ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഡിഫറെൻ്റ് ആയ ഇന്ത്യൻ കോഫി ഹൗസ് ആയിരുന്നു ഇത്. ബ്യൂട്ടിഫുൾ സെറ്റിംഗ് ആയിരുന്നു. ഇതിനകത്തൊക്കെ എന്താ സ്റ്റഫിംഗ് ഒക്കെ ഉണ്ടുണ്ട്. പനീറിന് പാല് പിഴിയുന്ന പോലെ ഉണ്ട്. ഞാറ്റം ജാനവി നോക്കിയിട്ടാണ് ഞാറ്റം ഉണ്ടെന്ന് പറയുന്നത്. ഒരു യൂണീക്ക് സ്ഥലമായിരുന്നു കേട്ടോ ഇത്. ഭയങ്കര യൂണീക്ക് ഡിഷസ് ആയിരുന്നു കേട്ടോ അവരുടെ മെനുവിൽ. അതുപോലെ ചായയുടെ കൂടെ തന്ന ടൂൾസും യൂണീക്കായിരുന്നു. എവിടെയൊക്കെ പോയാലും എത്രയൊക്കെ യാത്രയെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ദ ഫീലിംഗ് കോൾഡ് ഹോം അല്ലേ. ഹായ്, ഹലോ, നമസ്കാരം. ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ മായി, ഇത് ആൻഡ് വെൽക്കം ടു ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു ഡേ 3 ആൻഡ് അവർ ലാസ്റ്റ് ഡേ ഇൻ ജയ്പൂർ. ഇന്ന് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ത്യൻ കോഫി ഹൗസ് തപ്പി ഇറങ്ങിയാണ് കേട്ടോ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഡിഫറെൻ്റ് ആയ ഇന്ത്യൻ കോഫി ഹൗസ് ആയിരുന്നു ഇത്. ബ്യൂട്ടിഫുൾ സെറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു. ഫുഡൊന്നും വലിയ കേമായിട്ട് പറയാനൊന്നും ഇല്ലായിരുന്നു. ഇൻഫാക്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നോർത്ത് ഇന്ത്യയിലെ ഇന്ത്യൻ കോഫി ഹൗസ് അവിടെ കിട്ടുന്ന ഡിഷസ് നമ്മുടെ ഇവിടെ കിട്ടുന്നതേ അല്ല. ആൻഡ് ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ സ്ഥലം, അതൊരു അടിപൊളി സെറ്റിങ്ങും രാവിലെ പോയിരിക്കാൻ നല്ലൊരു കാം ആംബിയൻസും ഒക്കെ ആയിരുന്നു. അങ്ങനെ ആ ഒരു വിസിറ്റ് ടോട്ടലി വർത്തിറ്റായിരുന്നു. ഇത് ജവഹർ കലാകേന്ദ്ര എന്ന് പറയുന്ന ജയ്പൂരിലുള്ളൊരു ആർട്ട് മ്യൂസിയത്തിനകത്താണ് ഉള്ളത്. ഇതൊന്നും അറിയാതെയാണ് നമ്മൾ അവിടെ പോയത്. ഒന്നും അറിയാതെയെന്ന് വെച്ചാൽ ഗൂഗിൾ നോക്കിയപ്പോൾ നമ്മൾ കണ്ടു ജവഹർ കലാകേന്ദ്രയ്ക്കകത്താണ് ഇന്ത്യൻ കോഫി ഹൗസ്. പക്ഷേ ഈ ജവഹർ കലാകേന്ദ്ര എന്താണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അത് അവിടുത്തെ ഒരു ആർട്ട് മ്യൂസിയമാണ്. അപ്പോൾ ഒരുപാട് ഗാലറീസും ആംഫി തിയേറ്ററും ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ പോയ ദിവസം നിർഭാഗ്യവശാൽ എന്തോ അടപ്പായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ കോഫി ഹൗസ് ഓപ്പൺ ആയിരുന്നെങ്കിലും നമുക്ക് ജവഹർ കലാകേന്ദ്ര അത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ കണ്ടിടത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. രാജസ്ഥാനി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ആൻഡ് കൾച്ചർ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് തുടങ്ങിയിട്ടുള്ളൊരു സ്ഥാപനമാണ് ഈ ജവഹർ കലാകേന്ദ്ര. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയ അടുത്ത ഫുഡടി സ്പോട്ടിലേക്കാണ്, സുധാനി സ്വീറ്റ്സ്. അവിടുത്തെ ഗുലാബ് ജാമുനും രസഗുള്ളയൊക്കെ ഭയങ്കര അടിപൊളിയാണ്, മസ്റ്റ് ചെക്കൗട്ടാണ് എന്നൊക്കെ നമ്മൾ നമ്മുടേതായ റിസർച്ചിൽ അറിഞ്ഞിട്ട് അത് ട്രൈ ഔട്ട് ചെയ്യാൻ നേരെ വിട്ടത് അങ്ങോട്ടാണ്. ഇതിനകത്തൊക്കെ എന്താ സ്റ്റഫിംഗ് ഒക്കെ ഉണ്ടുണ്ട്. അത് അമ്മ എടുത്തു തരും. പനീറിന് പാല് പിഴിയുന്ന പോലെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഗുലാബ് ജാമുൻ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് ഡിഫറെൻ്റ് തന്നെ സാധനമായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. രസഗുള്ള എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാറ്റം ജാനവി നോക്കിയിട്ടാണ് ഞാറ്റം ഉണ്ടെന്ന് പറയുന്നത്. ഞാറ്റം അവൾക്ക് ഇഷ്ടമല്ലാത്ത എല്ലാ സാധനവും ഞാറ്റമാണ്. അങ്ങനെ സ്വീറ്റ്സും കഴിച്ച് നമ്മൾ നേരെ പോയതൊരു മോളിലേക്കാണ്, നാട്ടിലോട്ട് കുറച്ച് ഗിഫ്റ്റ്സ് എന്തെങ്കിലും കിട്ടുമോ നോക്കാനായിട്ട്. പക്ഷെ അവിടെ ചെന്നൊരു പ്ലേ ഏരിയ കണ്ടിട്ട് ജാനുമി തറയിൽ വെച്ചാൽ ചെറിയ ചെറിയ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ ചെറിയ ചെറിയ പേനരിക്കും പറഞ്ഞ് കളികൾ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ ജയ്പൂർ ആണ്. നാളെ നമ്മളിവിടെ നേരെ നാട്ടിലോട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് വലിയ ഐറ്റിനറി ഒന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പിന്നെ പാക്കിങ്ങും നാട്ടിലോട്ടുള്ള സ്വീറ്റ്സും ഗിഫ്റ്റ്സും ഒക്കെ വാങ്ങലും പിടിക്കലും ഒക്കെ ആയിട്ട് അങ്ങ് പോയി.
അതുകൊണ്ട് ജാനുവിക്ക് കളിക്കാൻ നമ്മൾ ലാവിഷായിട്ട് ടൈം കൊടുത്തു. ജാനുവി ഹാപ്പി, നമ്മൾ ഹാപ്പി, നമ്മളൊന്ന് റിലാക്സ് ഒക്കെ ചെയ്ത്. മോളിൽ നിന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ കാര്യമായിട്ട് ഗിഫ്റ്റ്സ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളിനി അവിടെ ജയ്പൂരിൽ ഫേമസ് ബാസാർസ് ആണല്ലോ അവിടുത്തെ, അപ്പോൾ അവിടുത്തെ മാർക്കറ്റ്സിലോട്ട് പോവാം എന്ന് വിചാരിച്ചു. കുറച്ച് നേരം ജാനുവിക്ക് കളിക്കാനും ടൈം അലോ ചെയ്തിട്ട് നമ്മൾ പിന്നെ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ബാസാറുകളിലേക്കെന്ന് പറഞ്ഞ് മോളിൽ നിന്ന് ഇറങ്ങിയെങ്കിലും വയറിൻ്റെ ഉൾവിളി ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ചായ കൂടി മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞ് നമ്മളൊരു കഫേയിൽ പോയി. ഒരു യൂണീക്ക് സ്ഥലമായിരുന്നു കേട്ടോ ഇത്. ഭയങ്കര അതിൻ്റെ അവിടുത്തെ ഒരു ആംബിയൻസ് അടിപൊളിയായിരുന്നു. തപ്രി സെൻട്രൽ ടീ ഹൗസ്, അതാണ് ഈ സ്ഥലം. മസ്റ്റ് ചെക്ക് ഔട്ട്. മൂങ് ബീൻ വെച്ചുള്ള ഓംലെറ്റ് ആണ് കേട്ടോ ഇത്. മൂങ്ലെറ്റ് എന്നാണ് അവർ പേരെടുത്തത്. നമ്മുടെ പച്ചപ്പയർ വെച്ചുള്ള. പിന്നെ കോക്കും ഷർബത്ത്, ഭയങ്കര യുണീക്ക് ഡിഷസ് ആയിരുന്നു കേട്ടോ അവരുടെ മെനുവിൽ. അതുപോലെ ചായയുടെ കൂടെ തന്ന ടൂൾസും യുണീക്കായിരുന്നു. ഇതുവരെ എനിക്ക് അറിഞ്ഞൂടാ ഇതെന്താ ചെയ്യാൻ അരിക്കേണ്ടതാണെന്ന് തോന്നുന്നു. ആയിരിക്കും, ഇങ്ങനെ വെച്ചിട്ട് ചായ ഈ ഒരു സാധനം ചായയുടെ ടൈമറാണ് കേട്ടോ. നമ്മൾ എത്ര നേരം സ്റ്റീപ്പ് ചെയ്താൽ ലൈറ്റ്, മീഡിയം ആൻഡ് സ്ട്രോങ് ടീ കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇതിനെ അവർ ഗ്ലാസ് എന്നല്ലേ പറയുന്നത്, ഈ സംഭവം ഫോളോ ചെയ്ത് ഇത് അതിനകത്ത് സാൻഡ് മുഴുവൻ വീണ് കഴിയുമ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റോ മീഡിയമോ സ്ട്രോങ് ആയിട്ട് കിട്ടും. ഈ ഒരു സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ട് ഇവിടെയാണ് കണ്ടത്. പക്ഷെ അതിന് ശേഷം ഇപ്പോൾ പല കഫേസിലും ഇങ്ങനൊരു സാധനം തരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് അവിടുത്തെ ഫലാഫൽ മെസ്സെ പ്ലാറ്റർ എന്ന് പറയുന്നൊരു സംഭവമായിരുന്നു കേട്ടോ. ഒരു രക്ഷയിലാണ്, അടിപൊളിയായിരുന്നു. ഈ ടേസ്റ്റൊക്കെ കുറച്ച് സബ്ജക്റ്റീവാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് പെസ്തോ മാഗി പല ഫ്ലേവേഴ്സിലുണ്ട് കേട്ടോ. ശരിക്കും ഒരു യുണീക്ക് മെനു ആയിരുന്നു അവരുടെ. പിന്നെ ഞങ്ങൾ ലഞ്ച് സ്കിപ്പ് ചെയ്തൊരു വൻ അബദ്ധമായിരുന്നു. നമുക്ക് ഭയങ്കര വിശപ്പായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ ഇവിടം കൊണ്ട് നിർത്തിയില്ല. അതേ അടുത്ത സാധനം വരുന്നു. ഇത് അവരുടെ ബൺ മസ്ക പ്ലാറ്ററാണ്. വെറും മസ്ക മാത്രമല്ല, ജാമും ഗുൽക്കണ്ടും ഭുജിയയും ചീസും എല്ലാം ഉള്ള ഒരു പ്ലാറ്ററാണ്. ഇവിടെ ബൺ മസ്കയൊക്കെ വരുന്നതിന് ഒരുപാട് നാൾ മുമ്പാണ് കേട്ടോ നമ്മളിത് ചെയ്തത്. ഞാൻ ഇപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അപ്പോൾ അന്ന് ബൺ മസ്ക ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മൗണ്ട് അബൂല് ടേസ്റ്റ് ചെയ്ത നിങ്ങൾ വ്ളോഗ് കണ്ടു കാണും. അതല്ലാതെ ഇത് അവരുടെ തന്നെ താഴത്തെ ഫ്ലോറിൽ ഒരു ഗിഫ്റ്റ് ഷോപ്പ് പോലെ, ഈ തപ്രിയുടെ തന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് പോലെ ഭയങ്കര യുണീക്ക് സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു. ചില സാധനങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷെ അതല്ലാത്തതും ഉണ്ട്. ജാനുവിക്ക് ഞാൻ അവിടെ നിന്ന് ഒരു കുട്ടി ഡോളിനെയൊക്കെ വാങ്ങിച്ചായിരുന്നു. ദ ഗുഡ് ഡോൾ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ. അങ്ങനെ നല്ലൊരു ഗിഫ്റ്റ് ഷോപ്പായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ, കുറച്ചൊരു ഇന്ത്യൻ ഫ്ലേവറുള്ള എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ ഒരുപാട് സാധനങ്ങൾ അവിടെ അങ്ങനെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എക്സ്പെൻസീവ് ആയതും അല്ലാത്തതുമായ പല പല റേഞ്ച് ഓഫ് സാധനങ്ങളുണ്ട്. ഒരു നല്ല ഗിഫ്റ്റ് ഷോപ്പാണ്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് അവിടെ നിന്ന് വാങ്ങിച്ച ജാനുവിയുടെ ഡോള്. ജാനുവി അതിന് ഭൂമി എന്നാണ് പേരിട്ടത്. അതൊക്കെ കൊണ്ട് നമ്മൾ ബാസാറിലോട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങി. ഇനി ബാക്ക് പാക്ക് വാങ്ങിക്കാൻ പോകേണ്ടത്. ജാനുവിയുടെ ചിന്നമ്മ അഥവാ നീനു കുഞ്ഞമ്മയ്ക്ക് വാങ്ങിക്കാൻ ഞങ്ങൾക്കൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ബാക്ക് പാക്കും പിന്നെ കുറച്ച് ജ്വല്ലറി അവൾ ചില സാമ്പിളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ ലസ്സി പോകുന്നതിന് മുമ്പ് വൺ ലാസ്റ്റ് ടൈം ആ ലസ്സി ഒന്ന് കുടിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇഫ് യു ടേക്ക് അവേ ജസ്റ്റ് വൺ സജഷൻ ഫ്രം അവർ വ്ളോഗ്, ഇറ്റ് ഷുഡ് ബി ദിസ് ലസ്സി. ജയ്പൂരിൽ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഈ ലസ്സി കുടിക്കണം. ആൻഡ് പറ്റുമെങ്കിൽ ഈ ലസ്സി ഷോപ്പിൽ നിന്ന് തന്നെ കുടിക്കണം. അങ്ങനെ ലസ്സിയും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയ സാഹു ടീ സ്റ്റോളിലെ ചായ ട്രൈ ചെയ്യാനുണ്ട്. എങ്ങനെ അതും ഒരു മസ്റ്റ് വിസിറ്റായിട്ട് ഞങ്ങൾ കണ്ട ഒരു സ്ഥലമാണ്. ഞങ്ങൾ എവിടെ പോയാലും ഒരു ഫുഡ് ലിസ്റ്റും കൂടെ എടുത്തുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. കാണേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റ്, ട്രൈ ചെയ്യേണ്ട ഫുഡ്സിൻ്റെ ലിസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മൾ നാട്ടിലോട്ട് സ്വീറ്റ്സ് വാങ്ങിക്കാൻ ഗജക് വാല. ഗജക് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഇവിടുത്തെ കപ്പലിൻ്റെ മുട്ടായി പോലെ സെസമി സീഡ്സ് കൊണ്ട് ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നത്. പക്ഷെ തിന്നായിട്ടുള്ളൊരു സാധനമാണ്, അടിപൊളിയാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ പോയി. എന്തായാലും വൺ ലാസ്റ്റ് സിറ്റി റൈഡും കൂടെ നമ്മൾ എടുക്കുകയാണ്. നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് പോവും. അപ്പോൾ ബൈ ബൈ ജയ്പൂർ, യു ഹവ് ബീൻ അമേസിങ്.
എപ്പോൾ അവിടെ നിന്ന് ഒരു സ്ഥലത്തു നിന്ന് പോകാറാകുമ്പോഴും എനിക്ക് മറ്റേ തൊണ്ടയ്ക്കകത്തൊരു കത്തലാണെന്നൊക്കെ പറഞ്ഞ പോലെ അവസാന ദിവസം ഒരു വിഷമമാണ് കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റ് കയറിയപ്പോൾ ജാനുമിക്ക് നമ്മുടെ തൊട്ട് മുമ്പത്തെ സീറ്റിൽ നിന്ന് ഒരു ചേച്ചി ഫ്രണ്ടിനെ കെട്ടി. ദുവ ചേച്ചി ഒത്തിരി പടങ്ങളൊക്കെ വരച്ചു കൊടുത്ത് ജാനുമി എൻ്റർടൈൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ദുവ ചേച്ചി ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ പടങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും. അപ്പോൾ ജാനുമി മാസങ്ങൾക്ക് ശേഷം 2 അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും ചിന്നമ്മയും കണ്ണൻ കൊച്ചച്ഛനും എല്ലാവരും കാണുന്ന എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. എവിടെയൊക്കെ പോയാലും എത്രയൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും അത് ഫീലിംഗ് കോൾഡ് ഹോം അല്ലേ, വീടെന്നുള്ളൊരു ഫീലിംഗ്. അത് എൻ്റെ ആ ഫീലിംഗ് ദേ നിങ്ങളിപ്പോൾ ഈ കാണാൻ പോകുന്നതാണ്. ഹോം ഇസ് വേർ ദ ഹാർട്ട് ഇസ് എന്നാണല്ലോ. ഈ കാണുന്ന ആളുകളൊക്കെ എവിടെയാണോ അതാണ് എൻ്റെ ഹോം. ഷൂസ് കാണിച്ചെടുക്കേ. ഓ ഞാനിപ്പോ കാട്ടി ഉണ്ടെന്ന് സൂര്യട്ടെടുത്താ മതിയാ. അയ്യോ എന്താ പാപ്പം എന്റെ പാപ്പം കഴിച്ച് ഹലോ അത് തട്ട്. അപ്പോൾ പറയാറുള്ളത് പോലെ ദർ ഇസ് നോ പ്ലേസ് ലൈക്ക് ഹോം. ആ ഹോമിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓൺ ദാറ്റ് നോട്ട് ലെറ്റ്സ് എൻഡ് അവർ ജയ്പൂർ വ്ളോഗ്. ഇനി എങ്ങോട്ടാ എന്ന് ഞങ്ങൾക്കും അറിയില്ല. വെയിലാണോ അത്? ലൈറ്റല്ലേ? വെയിലാണോ? നോക്കാം അങ്ങോട്ട്. See you on our next vlog. Hope you like this one. Bye. അച്ഛോ